കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ വള്ളങ്ങളാണ് പിടിച്ചെടുത്തത്. വള്ളങ്ങൾക്ക് 3.10 ലക്ഷം രൂപ പിഴ ചുമത്തി. കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങളിൽ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു. ഉപയോഗശൂന്യമായ വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കന്നാസുകളും തെങ്ങിൻ കുരഞ്ഞിലും മറ്റും കൂട്ടിക്കെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് 25 നോട്ടിക്കൽ മൈൽ ദൂരെ ആഴക്കടലിൽ നിക്ഷേപിച്ചാണ് കണവ പിടിക്കുന്നത്. ഇവ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ GPS പൊസിഷൻ രേഖപ്പെടുത്തി 2 ആഴ്ചയ്ക്ക് ശേഷം ചൂണ്ടയിട്ട് കണവ പിടിക്കുന്നതാണ് ഇവരുടെ രീതി. 2-3 തവണത്തെ ഉപയോഗശേഷം ഇവ ഉപേക്ഷിച്ച് കടലിൽ മറ്റൊരിടത്ത് മറ്റൊരു പാര് സൃഷ്ടിക്കും. ഇത്തരത്തിൽ ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ അനധികൃത കൃത്രിമ പാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ വരികയും പലപ്പോഴും വലകൾ കൃത്രിമ പാരുകളിൽ കുടുങ്ങി വൻ നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ER ഷിനിൽകുമാർ, VM ഷൈബു, VN പ്രശാന്ത് കുമാർ, മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് SI ജലീൽ, ASI ഉദയകുമാർ, CPO സുധിലാൽ, റെസ്ക്യൂ ഗാർഡ്മാരായ ഷിഹാബ്, വിപിൻ, സിജീഷ്, ഡ്രൈവർ അഷ്റഫ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ രാത്രികാല പരിശോധന ഉണ്ടാകുമെന്നും പ്ലാസ്റ്റിക്കും കുരിഞ്ഞിലുകളും കയറ്റിവരുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C. സീമ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.